ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. രാജ്യത്തെ ക്ഷയരോഗ വിമുക്തമാക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രയത്നിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ലോകം നാളെ ക്ഷയരോഗ ദിനം ആചരിക്കുന്നതിന് മുന്നോടിയായുള്ള സന്ദേശത്തിലാണ് രാഷ്ട്രപതി ഇക്കാര്യം വ്യക്തമാക്കിയത്. രോഗം നേരത്തെ കണ്ടെത്തുന്നത് പ്രധാനമാണെന്നും ചികിത്സ തേടേണ്ടത് അനിവാര്യമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. എല്ലാ വർഷവും മാർച്ച് 24-നാണ് ലോകം ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത്. 2 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഭൂട്ടാൻ പ്രധാനമന്ത്രിയോടൊപ്പം ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നാംഗ്യാൽ വാങ്ചുക് വിമാനത്താവളത്തിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യാത്രയയപ്പ് നൽകി. ഭൂട്ടാൻ രാജാവുമായും പ്രധാനമന്ത്രിയുമായും നടത്തിയ ചർച്ചകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സൗഹൃദത്തിന് കൂടുതൽ ഊർജ്ജം പകരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാർഡർ ഓഫ് ദി ദ്രൂക്ക് ഗ്യാൽപോ ലഭിച്ചതിലുള്ള കൃതജ്ഞതയും പ്രധാനമന്ത്രി പങ്കുവച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സിംഗപ്പൂരിലെത്തി. സന്ദർശനത്തിന്റെ ഭാഗമായി സിംഗപ്പൂരിലെ കോർപ്പറേറ്റ് നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നുവെന്നും ഇന്ത്യയുടെ വളർച്ചയെ സംബന്ധിച്ച് അനുകൂലമായ പ്രതികരണമാണ് ലഭിച്ചതെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. സിംഗപ്പൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിൽ അദ്ദേഹം പ്രഭാഷണം നടത്തി. അരുണാചൽ പ്രദേശിന് മേലുള്ള ചൈനയുടെ അവകാശവാദം യുക്തിരഹിതമാണെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് 18-നും 19-നും ഇടയിൽ പ്രായമുള്ള 1,80,00,000 കന്നി വോട്ടർമാരുണ്ടെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത്തവണ ഏകദേശം 19,74,00,000 വോട്ടർമാർ 20-നും 29-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. യുവ വോട്ടർമാരെ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സമൂഹ മാധ്യമങ്ങളിൽ ഐ വോട്ട് ഫോർ ഷുവർ പോലുള്ള ക്യാമ്പയിനുകൾക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടക്കം കുറിച്ചിട്ടുണ്ട്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് തിങ്കളാഴ്ച വരെ പേര് ചേർക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയുടെ 10 ദിവസം മുമ്പ് വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ലഭിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിൽ അനധികൃത പണമിടപാട് കർശനമായി നിരീക്ഷിക്കാനും നടപടികൾ സ്വീകരിക്കാനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ ജില്ലാ വരണാധികാരികൾക്ക് നിർദ്ദേശം നൽകി. എറണാകുളം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി എറണാകുളത്ത് ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ ബാങ്കുകളിലെയും സംശയകരമായ ഇടപാടുകൾ ഉൾപ്പെടെ നിരീക്ഷിക്കും. അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലും ജില്ലാ അതിർത്തികളിലും കർശന പരിശോധന നടത്തും. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ചു വീണ് മരിച്ച അനന്തുവിന്റെ കുടുംബത്തിന് 1 കോടി രൂപ ധനസഹായം നൽകുമെന്ന് അദാനി ഗ്രൂപ്പ്. അനന്തുവിന്റെ വീട്ടിലെത്തിയാണ് അദാനി ഗ്രൂപ്പ് ധനസഹായത്തിന് സന്നദ്ധത അറിയിച്ചത്. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഈ മാസം 28 വരെ ED കസ്റ്റഡിയിൽ വിട്ടു. പ്രത്യേക CBI കോടതി ജഡ്ജി കാവേരി ബവേജയാണ് കസ്റ്റഡി അനുവദിച്ചത്. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 115ആയി. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. മോസ്കോയ്ക്ക് സമീപമുള്ള ക്രോക്കസ് സിറ്റി ഹാളിൽ സംഗീത നിശ തുടങ്ങാനിരിക്കെയായിരുന്നു ആയുധധാരികൾ വെടിയുതിർത്തത്. തുടർന്ന് സംഭവസ്ഥലത്ത് വൻ തീപിടുത്തമുണ്ടായി. ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറസാൻ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ു. മോസ്കോയിൽ നടന്ന ഭീകരാക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. ഇന്ന് ലോക കാലാവസ്ഥാ ദിനം. ലോക കാലാവസ്ഥാ സംഘടനയുടെ നേതൃത്വത്തിലാണ് ദിനം ആചരിക്കുന്നത്. കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഭൂമിയെ ആഗോളതാപനത്തിൽ നിന്നും കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകം ഇന്ന് ഭൗമ മണിക്കൂർ ആചരിക്കുന്നു. രാത്രി 8:30 മുതൽ 9:30 വരെയുള്ള 1 മണിക്കൂർ അനിവാര്യമല്ലാത്ത വൈദ്യുത വിളക്കുകളും ഉപകരണങ്ങളും ഓഫ് ചെയ്താണ് ഭൗമ മണിക്കൂറിൽ പങ്കാളികളാകുന്നത്. IPL ക്രിക്കറ്റിലെ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് എതിരെ പഞ്ചാബ് കിങ്സിന് 4 വിക്കറ്റ് ജയം. 175 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ പഞ്ചാബ് കിങ്സ് 19.2 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. ഇന്നത്തെ 2ാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുകയാണ്. കലാകാരന്മാർക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ അന്വേഷണം നടത്താൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷൻ നിർദ്ദേശം നൽകി. അധിക്ഷേപ പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട് കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെയുള്ള പരാതിയിൽ അന്വേഷണം നടത്തി 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയത്. കേരളത്തിൽ കടുത്ത ചൂട് തുടരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.